അക്ഷയ് കുമാർ അത്യാവശ്യം മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ഒരു 3ഓളം വർക്കിന് അഗ്രിമെൻ്റ് സൈൻ ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. ഒരു ദിവസം കോള് വന്നു. അടുത്ത ദിവസം വൈകിട്ട് 6 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ടെന്നും അതിൽ പോകണം എന്നും കോള് വന്നു. അത് പ്രകാരം പിറ്റേ ദിവസം കാലത്ത് ഏർലി മോർണിംഗ് എഴുന്നേറ്റു. വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയം, അന്ന് മൊബൈലും മറ്റും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് വീട്ടിലെ ലാൻഡ് ഫോണിലേക്കൊരു കോള് വന്ന് ഫോണ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എവിടെയാണ് നീ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് മറുതലക്കൽ ഒരാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അക്ഷയ് പറഞ്ഞു, ഞാൻ വീട്ടിലാണ്, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, യു നോ വെരി അൺപ്രൊഫഷണൽ പീപ്പിൾ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കണം. അപ്പോഴത്തേക്കും അക്ഷയ്ക്ക് മനസ്സിലായി ഇത് കാലത്തെ 6 മണിയാണ് പറഞ്ഞിരിക്കുന്നത്, വൈകിട്ട് 6 മണിയല്ല എന്നുള്ളത്. അക്ഷയ് പറഞ്ഞു, ഞാൻ വരുവാണ്, ഇവിടുന്ന് ഇപ്പോൾ പുറപ്പെടും, വരുവാണ്, ബൈക്ക് എടുത്ത് വരുവാണ്, ബൈക്ക് അവിടെ ഒഴിവാക്കിക്കോളാം, ഞാൻ വന്നോളാം. അതൊന്നും മറുതലക്കൽ കേൾക്കുന്നുണ്ടായില്ല. ഫോൺ കട്ട് ചെയ്തു. എന്നിരുന്നാലും അക്ഷയ് നേരെ എയർപോർട്ടിലേക്ക് വച്ച് പിടിച്ചു. അവിടെ എത്തുമ്പോഴത്തേക്ക് ഫ്ലൈറ്റ് എടുത്തിരുന്നു. തിരിച്ച് വളരെ വിഷമത്തോടെ വീട്ടിലെത്തി. അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, വിഷമിക്കേണ്ട, എല്ലാം നല്ലതിലാണ്. അക്ഷയ് പറയുന്നു, ആ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എല്ലാം നല്ലതിലാണ് എന്ന്. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. വൈകിട്ടായപ്പോഴത്തേക്കും നടരാജ് സ്റ്റുഡിയോയിലെത്തി. അവിടെ പ്രമോദ് ചക്രവർത്തിയുടെ കമ്പനിയുടെ മേക്കപ്പ് മാൻ നരേന്ദ്ര ദാദ അദ്ദേഹത്തിന് എൻ്റെ പോർട്ട്ഫോളിയോ കൈമാറി. അദ്ദേഹം എന്നോട് ചോദിച്ചു, മോനെ ഹീറോ ആവാൻ വന്നതാണോ ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹം ക്യാരക്ടർ റോളിന് വേണ്ടി വന്നതാണോ എന്ന് ചോദിച്ചാലും ഞാൻ അതേന്ന് പറഞ്ഞേനെ. എന്തായാലും അദ്ദേഹം അങ്ങനെയാണ് ചോദിച്ചത്, ഞാൻ അതേന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബോസിനെ കാണിക്കട്ടെ, അതായത് പ്രമോദ് ചക്രവർത്തിയെ കാണിക്കട്ടെ എന്ന്, ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം അകത്ത് പോയി. തിരിച്ചു വന്നു. പ്രമോദ് ചക്രവർത്തി അകത്തോട്ട് വിളിച്ചിരിക്കുന്നു താങ്കളെ എന്ന് പറഞ്ഞു. അക്ഷയ് അകത്ത് ചെല്ലുന്നു. പ്രമോദ് ചക്രവർത്തിക്ക് അക്ഷയ് ഇഷ്ടമാവുന്നു. അന്ന് തന്നെ 3 ഫിലിമിലാണ് അദ്ദേഹം അഗ്രിമെൻ്റ് സൈൻ ചെയ്യപ്പെട്ടത്. ഇന്ന് തന്നെ 5001 രൂപയുടെ ചെക്കും കൈമാറി.